അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഒരു മന്ദിപ്പായിരുന്നു. കാരണം വൈകിയാണ് നമ്മളൊക്കെ തുടങ്ങിയത്. ഇന്ന് പുത്രന് ഇവിടെ ഇല്ലാത്തത് കൊണ്ടിട്ട് ഉപ്പുമാവിൽ ഒതുക്കാമെന്ന് കരുതി. കാരണം ഉപ്പുമാവ് ആകുമ്പോൾ എളുപ്പം പണി കഴിയുന്ന ഏർപ്പാടാണ്. വേറെ വലിയ വള്ളിക്കെട്ട് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിന്ന് രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഉപ്പുമാവിന് നമുക്ക് ഇന്ന് 2-3 ദിവസം മുമ്പ് പപ്പടം അവിടെ മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ നിലത്തോട്ട് വീണ് പടപടാന്ന് പറഞ്ഞ് പൊട്ടിപ്പോയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ പൊട്ടും പൊടിയൊക്കെ കൂടിയാണ് നമ്മളിന്ന് ഇതിനൊപ്പം കഴിച്ചത്. അല്ലെങ്കിൽ പപ്പടം വറക്കും, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം വല്ല പഴമോ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഉപ്പുമാവ് കഴിക്കണത്. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ ഇരുന്നപ്പോൾ ഞാൻ അതിന് കറിയൊക്കെ കൂട്ടുമായിരുന്നു കേട്ടോ. ഉപ്പുമാവിന് കടല അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ്, പിന്നെ സാമ്പാർ, അങ്ങനെ എന്തെങ്കിലും കറികൾ കൂട്ടിയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഉപ്പുമാവിന് പ്രത്യേകം കറിയൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ഞാൻ അതും ശീലിച്ച്. ഇപ്പം ഇവിടെ പഴമോ അല്ലെങ്കിൽ പപ്പടമോ ഇതിലേതെങ്കിലും, അതില്ലെങ്കിൽ അതങ്ങോട്ട് സ്കിപ്പ് ചെയ്യും. ഉപ്പുമാവ് തനിച്ചാണ് കഴിക്കുന്നത്. പിന്നെ എനിക്ക് ഒന്നുമില്ലാതെ ഉപ്പുമാവ് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കറിയാണെങ്കിൽ, ഇപ്പോൾ ഒരു അച്ചിങ്ങോലത്തിയതൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ കൂട്ടി ഞാൻ കഴിക്കും കേട്ടോ. എന്ത് കറിയാണെങ്കിലും നമ്മളതും ഇട്ട് കഴിക്കും. അപ്പോൾ ഇത് രാവിലെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഒപ്പം പപ്പടവടയാണ് കഴിച്ചത്. നല്ല പപ്പടവട ആയിരുന്നു കേട്ടോ. പൊട്ടിപ്പോയിന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സൂപ്പർ പപ്പടവടയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഇളക്കി കൂട്ടി നമ്മൾ ഇതിൻ്റെ ഒരു പരുവത്തിന് എത്തിക്കണമല്ലോ. അതായത് എനിക്കിങ്ങനെ ഈ അലുവ കഷ്ണം പോലെ ഇരിക്കുന്ന ഉപ്പുമാവിനോട് വലിയ താല്പര്യമില്ല. എനിക്കിങ്ങനെ നല്ല ഇങ്ങനെ പൊടിച്ച് ഇത്തിരി അങ്ങനത്തെ ഉപ്പുമാവാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്ന് നമ്മളൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തെക്കേ തൊടി എന്നൊന്നും പറയാൻ പറ്റില്ല, തെക്കോസ്തൊരു ഇത്തിരി ഭാഗമുണ്ട്. അപ്പോൾ അവിടെ എന്താണ് താള് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ താളെടുത്ത് മോരൊഴിച്ച് കൂട്ടാൻ വെക്കാമെന്ന് കരുതിയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായി മാതള നാരകമാണ്. അതായത് എന്തോ പൊമഗ്രനേറ്റ്, അങ്ങനെയല്ലേ പറയണേ, അത് തന്നെ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പം ഇത് കഴിഞ്ഞ വർഷം രണ്ട് വർഷം മുമ്പായിട്ട് ഉണ്ടായിരുന്നു. അത് ഒരു ഇത്തിരി ആയിക്കഴിഞ്ഞപ്പോഴേക്കും, ഇതേമാതിരി ഒരു പരിവായി കഴിഞ്ഞപ്പോഴേക്കും അത് കൊഴിഞ്ഞു പോവുകയായിട്ട് ചെയ്തു തോന്നുന്നു. എന്ന് വെച്ചാൽ നല്ല ചൂട് സമയമുള്ള ഈ ടൈമൊക്കെ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ടുണ്ടായേക്കണ പൈതലാണ് ഞങ്ങൾ. അതാണ് കേട്ടോ. പിന്നെ പൂവുണ്ടാവുന്നുണ്ട്, പക്ഷെ ചിലതൊക്കെ അങ്ങോട്ട് കൊഴിഞ്ഞു പോകണേണ്. അപ്പോൾ ഇത് ഈ ഇന്നലെ പെയ്ത മഴയിൽ മുളച്ചതെന്ന് പറഞ്ഞിട്ട്, ഇടക്ക് പെയ്യണ മഴയിൽ മുളച്ച് വന്ന എന്താണ് താളാണ് കേട്ടോ. അതുകൊണ്ട് വലിയ ഇങ്ങനെ വണ്ണമൊന്നുമില്ല, ഒക്കെ ഈ ഞരമ്പിച്ചതാണ്. ഇങ്ങനെ ഒരു ആരോഗ്യമില്ലായ്മ പോലെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ താള് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താള് തോരൻ വയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എന്തൊട്ട് ഇങ്ങനെ പറയണ പുളിശ്ശേരി, അങ്ങനെ വെക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ സാധാരണ പോലെ തന്നെ തേങ്ങയിൽ മുളക് പൊടി ഇടൂലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിന് പകരം പച്ചമുളകാണ് ഇതിൽ ചേർക്കണത് കേട്ടോ. എന്നിട്ടൊക്കെ കൂടി അരച്ചും തൈരൊക്കെ ഇട്ട് അരച്ചിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കണ താളിലോട്ട് ഇട്ട് വേവിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ഉള്ളി പിന്നെ മുളക് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് മുളക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ കടയിൽ പോയപ്പോൾ മുളക് മേടിക്കട്ടെ എന്ന് വെച്ചപ്പോൾ എൻ്റെ അഹങ്കാരത്തിന് വേണ്ടാന്ന് പറഞ്ഞ്. ഞാൻ ഇരിപ്പുണ്ടെന്നുള്ളൊരു ധാരണയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മുളക് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മുളക് മേടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വില പോയില്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ മിണ്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ മുളകും കൂടി നമ്മൾ കടുക് താളിക്കണതിൽ പൊട്ടിച്ചിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. എനിക്കിഷ്ടമാണ് അതിൻ്റെ ആ മുളക് ഇതിൽ നിന്ന് എടുത്ത് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ കുടിക്കണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ അരി ഉണ്ടല്ലോ, മുളകിൻ്റെ അരി കടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റല്ലേ. പക്ഷെ അതധികം
കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ് കേൾക്കണത്. എന്ന് വെച്ചാൽ ഈ ക്യാൻസറൊക്കെ ഉണ്ടാക്കുന്ന പറയണേ. എന്നാലും എനിക്കിഷ്ടമാണ്. നല്ലൊരു പ്രത്യേകതരം ടേസ്റ്റാണ് അതിന്. പിന്നെ ഈ താളിങ്ങനെ മോരൊഴിച്ച് വെക്കണത് ഇല്ലേ, എല്ലാ കറികളും വെക്കണതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് ഈ താള് നമ്മൾ പരിപ്പൊക്കെ ഇട്ട് വേവിച്ച് കഴിയണതിനേക്കാളും ഒക്കെ ടേസ്റ്റ് ഈ മോരൊഴിച്ച് വെക്കണതാണ്. പിന്നെ ഇതേമാതിരി തോരൻ വയ്ക്കും നമ്മൾ. തേങ്ങയൊക്കെ ഒതുക്കി ക്യാബേജൊക്കെ വെക്കണ പോലത്തെ തോരൻ വയ്ക്കും. അതും നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്കുക. അത് കഴിഞ്ഞ് പിന്നെ വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ആദ്യം ഒന്ന് പണ്ടൊക്കെ, അതായത് എൻ്റെ വീട്ടിലൊക്കെ ഇരുന്നപ്പം ഞാൻ ഈ താളെന്ന് പറഞ്ഞ സാധനമേ കൂട്ടൂലായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ താളൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ അധികം ഇല്ലാഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ അവിടെ ഇത്തിരി കൂടി ഗ്രാമമില്ല, അറിയാലോ, മഞ്ഞുമ്മൽ അങ്ങനെ ഇത്തിരി കൂടി ഗ്രാമമാണ്. അതിന് എന്നാലും ഇങ്ങനെ അധികം വലിയ ഇങ്ങനെ പറമ്പുകൾ അങ്ങനെയൊന്നും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വക താളൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ സാധനങ്ങളൊക്കെ നന്നായിട്ട് കിട്ടും. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം വെച്ച് കൂട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കഴിച്ച് ഇപ്പം ഞാൻ എല്ലാ പച്ചക്കറിയും കഴിക്കും, ഒട്ടുമിക്കതും. എനിക്കതിൽ ഈ കോളിഫ്ലവർ മാത്രമാണ് ഇഷ്ടമല്ലാത്ത കേട്ടോ. നമുക്കൊരു മട്ടിച്ച ചുവയുള്ളതുകൊണ്ട് അതിനോട് മാത്രം വലിയ താല്പര്യമില്ല. ബാക്കിയുള്ളതെല്ലാം ഒരുവിധമൊക്കെ കഴിക്കും. പക്ഷെ നമ്മളെല്ലാം കഴിക്കണം എന്നാണ് പൊതുവെ ആരോഗ്യപരമായിട്ട് നല്ലത്. അതിലേറ്റവും നല്ലത് ഇങ്ങനെയുള്ള ഈ നാടൻ ഭക്ഷണങ്ങൾ കഴിക്കണതാണ് ഏറ്റവും ശരീരത്തിന് ഗുണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് വളരെ ചെറുതാണ് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കോവക്ക കൊണ്ടുവന്നിട്ടുണ്ടായി. കണ്ടാൽ കുക്കുമ്പറാണെന്ന് തോന്നുന്നു. അതേമാതിരി ഇരിക്കണം, നല്ല വണ്ണമുള്ള കോവക്കയാണ് കേട്ടോ. അപ്പോൾ അതും ഒരു മെഴുക്കുരട്ടിയൊക്കെ വെച്ചിട്ട് അതും ഇതും കൂടി കൂട്ടി അങ്ങനെ ചോറുണ്ട്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇത്തവണ ചെറുതാണ്. കഴിഞ്ഞ ദിവസം ഇട്ടതും വളരെ ചെറുതായിരുന്നു, ഇത്തവണ ഇട്ടതും വളരെ ചെറുതാണ്. എന്നാൽ